Hello my dear friends, welcome back to Negentropy Tech Tuition. This is Afsal. This is our next case. ഈ കേസിൻ്റെ പ്രത്യേകത നമ്മൾ ഇതുവരെയും പഠിക്കാത്ത പുതിയൊരു ടൈപ്പ് ഓഫ് ബീമാണ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ദാറ്റ് ഇസ് കാൻറ്റിലിവർ ബീം. ആദ്യം പഠിച്ചത് എന്തായിരുന്നു? സിംപ്ലി സപ്പോർട്ട് ബീം ആയിരുന്നു. ദെൻ ഓവർ ഹാങ്ങിങ് ബീം വന്നു. ഇപ്പോൾ വന്നത് കാൻറ്റിലിവർ ബീം. ഈ ബീമിൻ്റെ പ്രത്യേകത എന്താണ്? ഒരു സൈഡ് ഫിക്സ്ഡ് ആയിരിക്കും, മറ്റേ സൈഡ് ഇങ്ങനെ ഫ്രീ ആയിട്ട് കിടക്കും. ദിസ് ടൈപ്പ് ഓഫ് ബീം ഇസ് നോൺ ആസ് കാൻറ്റിലിവർ ബീം. ഈ കാൻറ്റിലിവർ ബീം വന്നാൽ SFD BMD വരയ്ക്കാൻ പറഞ്ഞുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമുക്കൊരു സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കേണ്ട, ഡയറക്റ്റ്ലി നമുക്ക് എന്തിലോട്ട് പോകാം? SFD BMD ഡയഗ്രത്തിലേക്ക് പോകാൻ പറ്റും. കാരണം ഒരു സൈഡിൽ മാത്രമാണ് അൺനോൺസ് ഉള്ളത്, മറ്റേ സൈഡ് ഫ്രീ ആണ്. അവിടെ കിടക്കുന്ന ഗിവൺ വാല്യൂ വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്ത് പോകാം? വരച്ച് പോകാം. പക്ഷേ സിംപ്ലി സപ്പോർട്ടിനും ഓവർ ഹാങ്ങിങ്ങും ആണെങ്കിൽ എന്ത് ചെയ്യും? രണ്ട് സപ്പോർട്ട്സിൽ രണ്ട് അൺനോൺസ് വരും. അപ്പോൾ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ആ ടൈപ്പ് ബീമിൽ SFD BMD വരയ്ക്കാൻ പറ്റില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല, മറ്റേ സൈഡ് ഫ്രീ ആയിട്ട് കിടക്കുകയാണ്. നമുക്ക് ഈസി ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് SFD BMDയിലേക്ക് കിടക്കാം. സോ നമ്മൾ ആദ്യം വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത് ഷിയർ ഫോഴ്സ് ഇല്ലേ? സോ ഷിയർ ഫോഴ്സ് സൈൻ കൺവെൻഷൻ ഓർമ്മയുണ്ടല്ലോ. റൈറ്റ് അപ്വേർഡ് ആണ് പോസിറ്റീവ്, റൈറ്റ് ഡൗൺവേർഡ് എന്താണ് നെഗറ്റീവ്. ഓക്കെ, സോ വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദ പോയിന്റ് ഇ. സോ ഷിയർ ഫോഴ്സ് അറ്റ് ഇ, ഞാൻ ഈ കാണുന്ന W, 3W, 2W നമുക്ക് പെട്ടെന്ന് കാൽക്കുലേഷനൊക്കെ സിമ്പിളാക്കി നമുക്ക് എന്ത് ചെയ്ത് പോകാം? വരച്ചു പോകാം. അപ്പോൾ ഈ പറയുന്ന ബീമിനെ പറ്റി പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം? ഈ ബീമിലേക്ക് ഫെമിലറൈസ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടിയാണ് ഈ പറയുന്ന ഈസിലി കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുത്തത്. അല്ലെങ്കിൽ നമ്മൾ ചുമ്മാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വാല്യൂസ് എവിടെയെങ്കിലും നോക്കേണ്ടി വരും. ഓക്കെ, സോ ഷിയർ ഫോഴ്സ് അറ്റ് ഇ, പോയിന്റ് ഇയിൽ നിന്ന് റൈറ്റിലേക്ക് നോക്കുക, ഒന്നുമില്ല. പക്ഷേ പോയിന്റ് ഇയിൽ ഒരു ഡൗൺവേർഡ് ഫോഴ്സ് ഉണ്ട്, അത് റൈറ്റ് ഡൗൺവേർഡ് കൺസിഡർ ചെയ്യുക. ദാറ്റ് ഈസ് -3W ആണ് ഷിയർ ഫോഴ്സ് അറ്റ് ഇയിൽ, പോയിന്റ് ഇയിലെ ഷിയർ ഫോഴ്സ്. ദെൻ വി ആർ മൂവിങ് ഓൺ ടു വെയർ E to D. എന്താ E to Dയുടെ മീനിങ്? ഡിയിലുള്ള പോയിന്റിലൂടെ കൺസിഡർ ചെയ്യുന്നില്ല, ഡിയുടെ റൈറ്റ് സൈഡ് നോക്കുന്നു. ഡിയുടെ റൈറ്റ് സൈഡിൽ ആര് മാത്രമേ ഉള്ളൂ? 3W ഡൗൺവേർഡ്. അഗെയിൻ ദിസ് ഇസ് -3W. നൗ ഷിയർ ഫോഴ്സ് അറ്റ് D. എന്താ ഷിയർ ഫോഴ്സ് അറ്റ് ഡിയുടെ അർത്ഥം? ഡിയുടെ റൈറ്റ് സൈഡിലുള്ള ഫോഴ്സും കൺസിഡർ ചെയ്യണം, പോയിന്റ് ഡിയിൽ കൂടെ പോകുന്ന ഫോഴ്സും കൺസിഡർ ചെയ്യണം. ഡിക്ക് തൊട്ട് മുന്നേ എന്തുണ്ട് വാല്യൂ? -3W ഉണ്ട്. അറ്റ് W എന്തുണ്ട്? അറ്റ് ഡി എന്തുണ്ട്? ഒരു 2W താഴോട്ടുണ്ട്. ദാറ്റ് ഈസ് -2W. അപ്പോൾ എന്ത് കിട്ടും? -5W. ഇതെന്തുകൊണ്ട് -2W ആയി? കാരണം ഡിയിൽ കൂടെ പാസ് ചെയ്യുന്ന ഫോഴ്സിനെ അതിൻ്റെ റൈറ്റ് സൈഡിലെ ഫോഴ്സിൽ കൺസിഡർ ചെയ്യുക. അപ്പോൾ റൈറ്റ് ഡൗൺവേർഡ് എന്തായി മാറി? നെഗറ്റീവായി മാറി. ഇനി നോക്കൂ, ഇനി നമ്മൾ എങ്ങോട്ട് പോകുന്നു? സിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാരണം സിയിൽ എന്തില്ല? ലോഡുകളൊന്നുമില്ല എങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, രണ്ട് പോയിന്റ് ലോഡുകൾക്കിടയിൽ ഷിയർ ഫോഴ്സ് റിമെയിൻസ് കോൺസ്റ്റന്റ് പഠിച്ചിട്ടില്ലേ? ഈ കാണുന്നവൻ ആരാണ്? ലോഡല്ല, ഈ കാണുന്നവൻ ആരാണ്? ദിസ് ഇസ് എ മൊമെന്റ്. ഫോഴ്സുകളൊന്നുമില്ല, രണ്ട് പോയിന്റ് ലോഡുകൾക്കുള്ള വേറെ ഫോഴ്സുകളൊന്നുമില്ല എങ്കിൽ അവിടെ ഷിയർ ഫോഴ്സ് എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അപ്പം നമുക്ക് നേരെ D to സിയിലേക്ക് മൂവ് ചെയ്യേണ്ട, ഡിയിൽ നിന്ന് ബിയിലേക്ക് മൂവ്, D to B. എന്താ D to Bയുടെ മീനിങ്? ബിയുടെ റൈറ്റ് സൈഡിലുള്ള ഫോഴ്സുകൾ മാത്രം കാൽക്കുലേറ്റ് ചെയ്യുക. ബിയുടെ റൈറ്റ് സൈഡിലുള്ള ഫോഴ്സുകൾ ആരൊക്കെ ഉണ്ട്? 3W, 2W മാത്രമേ ഉള്ളൂ. സോ -5W നമുക്ക് കിട്ടും. ഞാനത് മാർക്ക് ചെയ്തു. ഇനി ഷിയർ ഫോഴ്സ് അറ്റ് ബി, ബിക്ക് തൊട്ട് മുന്നേ വരെയുള്ള വാല്യൂ എത്രയാണ്? -5W. അറ്റ് ബിയിൽ എന്തുണ്ട്? ഒരു റൈറ്റ് ഡൗൺവേർഡ് ഫോഴ്സ് ആയ W ഉണ്ട്. സോ -W. സോ 5W -5W -W ആകുമ്പോൾ എന്ത് കിട്ടും? -6W കിട്ടും. ഇനി നോക്കൂ നിങ്ങൾ, B to A. യുടെ അർത്ഥം എന്താണ്? എയിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന ഫോഴ്സുകളൊന്നും നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട. എയുടെ റൈറ്റ് സൈഡിലുള്ള കൺസിഡർ ചെയ്യുക. റൈറ്റ് സൈഡിൽ ആര് വരെ ഉള്ളൂ? ബി വരെയല്ലേ ഉള്ളൂ. അത് കണ്ടെത്തിയിട്ടുണ്ട്. അത് എത്രയാണ്? -6W. ഇവിടെ നിങ്ങൾ ഷിയർ ഫോഴ്സ് അറ്റ് എ കണ്ടുപിടിച്ച് മറ്റേ 0 വെരിഫൈ ചെയ്യാൻ പറ്റില്ല. കാര്യം എന്ന് അറിയാമോ? നമ്മൾ ഈ കാണുന്ന സപ്പോർട്ടിൽ റിയാക്ഷൻ കണ്ടുപിടിച്ചിട്ടില്ല. കാരണം അതിൻ്റെ ആവശ്യമില്ല. വെറുതെ നമ്മളൊരു സ്റ്റെപ്പ് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. അതില്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഷിയർ ഫോഴ്സ് വരച്ച് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഫൈനൽ ആൻസർ കിട്ടേണ്ട ആവശ്യം നമുക്കില്ല. ഇതുവരെ പഠിച്ചത് ഓർമ്മയുണ്ടോ? ആ ഫൈനൽ ആൻസർ എങ്ങനെയാണ്? ഈ ഒരു സൈഡിൽ തുടങ്ങി മറ്റേ സൈഡിൽ 0 കിട്ടിയാൽ ചെയ്തത് ശരിയാണ്. ഇവിടുത്തെ സപ്പോർട്ട് റിയാക്ഷൻസ് കണ്ടുപിടിച്ചാൽ ശരിയാവും. അത് നിങ്ങൾക്ക് ഹോംവർക്ക് എന്നിരിക്കാം. നിങ്ങൾ സപ്പോർട്ട് റിയാക്ഷൻ കണ്ടുപിടിച്ച് നോക്കൂ. ഇവർ കാണുന്ന വെർട്ടിക്കൽ ഫോഴ്സ് RAയുടെ വാല്യൂ എന്ത് കിട്ടുന്ന അറിയാമോ? +6W കിട്ടും. അപ്പോൾ എക്ക് തൊട്ട് മുന്നേ വരെ -6W, പോയിന്റ് എയിൽ കൂടെ പോകുന്നത് എന്തായിരിക്കും? +6W. അപ്പോൾ ആൻസർ 0 കിട്ടും. ഓക്കെ, ഇത് നിങ്ങൾ ഹോംവർക്കായിട്ട് വെച്ചോ. ഞാനിപ്പോൾ തൽക്കാലം അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മൾ ആരെ വരച്ചു കഴിഞ്ഞു പിള്ളേരെ? ഷിയർ ഫോഴ്സിനെ നമ്മൾ എന്ത് ചെയ്തു? വരച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? വി ക്യാൻ ഡ്രോ ദ ഷിയർ ഫോഴ്സ് ഡയഗ്രം വരയ്ക്കാം. ഇല്ലേ?
we can draw the shear force diagram. നമ്മൾ ഈ കളറാണല്ലോ സാധാരണ യൂസ് ചെയ്യുന്നത് അല്ലേ. സോ വി ക്യാൻ ഡ്രോ ദ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആ പോയിന്റ്സ് ഒന്ന് മാർക്ക് ചെയ്ത് പോകണം, അല്ലെങ്കിൽ തെറ്റിപ്പോകും. ദിസ് ഈസ് ഇ, ദിസ് ഈസ് ഡി അല്ലേ, സി, ബി, ദിസ് ഈസ് എ. ഇനി നമുക്ക് നേരെ ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം. നമുക്ക് എന്തിലോട്ട് പോകാം, ഷിയർ ഫോഴ്സും ബെൻഡിങ് മൊമെന്റും നമുക്ക് ഗ്രീൻ കളർ യൂസ് ചെയ്യാം. നോക്കൂ നിങ്ങൾ, ഷിയർ ഫോഴ്സ് അറ്റ് ഇ എത്രയാണ്, -3W. സോ ദിസ് ഈസ് വാട്ട്, -3W. നേരെ ഇയിൽ നിന്ന് ഡിയിലേക്ക് പോകുമ്പോൾ ഇ മുതൽ ഡി വരെ വാല്യൂക്ക് ചേഞ്ച് ഇല്ല, എത്ര തന്നെയാണ്, -3W തന്നെയാണ്. ഷിയർ ഫോഴ്സ് അറ്റ് ഡി നോക്കൂ, -5W. സഡൻലി ഈ കാണുന്ന വാല്യൂ നോക്കൂ, ഞാൻ ജസ്റ്റ് എൻ്റെ മോളോട്ട് വരയ്ക്കാം അല്ലേ. സഡൻലി ഈ -3W എന്തായിട്ട് മാറി, -5W ആയിട്ട് കുറഞ്ഞു. എവിടെ എത്തുമ്പോൾ, അറ്റ് ഡിയിൽ. ഡി ടു ബിയിലേക്ക് പോകും, നേരെ ബിയിലേക്ക് നോക്കൂ, ബി വരെ അവൻ്റെ വാല്യൂക്ക് ഒരു മാറ്റവുമില്ല, എത്ര തന്നെയാണ്, -5W തന്നെയാണ്. പക്ഷെ അറ്റ് ബിയിൽ നോക്കൂ, വാല്യൂ പിന്നെയും കൂടി, -5W അല്ലേ, ആ -W പിന്നെയും കുറഞ്ഞ് എന്തായി മാറുന്നു, -6W ആയിട്ട് മാറുന്നു. ദെൻ 6W. ബി ടു എ വരെയും വാല്യൂ എന്ത് തന്നെയാണ്, -6W തന്നെ. പിന്നെ ഫൈനലി നമ്മൾ എന്തിനാണ് നേരെ എയിലോട്ട് കൊണ്ട് കൂട്ടി മുട്ടിക്കുക. വിച്ച് മീൻസ് ഇത് കംപ്ലീറ്റ്ലി എന്തിലാണ്, കംപ്ലീറ്റ്ലി നെഗറ്റീവ് റീജിയനിലാണ് ആര് കിടക്കുന്നത്, നമ്മുടെ ഷിയർ ഫോഴ്സ് കിടക്കുന്നത്. ഷിയർ ഫോഴ്സ് ഡയഗ്രാം കംപ്ലീറ്റ്ലി കിടക്കുന്നത് എന്ത് റീജിയനിലാണ്, നെഗറ്റീവ് റീജിയനിൽ. ഒന്ന് ചെക്ക് ചെയ്തോട്ടെ, -3W തുടങ്ങി -6W വന്ന് അവസാനിക്കുന്നു. എക്സാക്ട്ലി കറക്റ്റാണ്. സോ വി ഹാവ് ഡ്രോൺ ഷിയർ ഫോഴ്സ് ഡയഗ്രാം. നൗ വി ആർ മൂവിങ് ഓൺ ടു ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലേക്ക് പോവുകയാണ്. എങ്ങോട്ട് പോകുന്നു, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ്, പോവുകയാണ്. ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, സോ ദിസ് ഈസ് ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ശ്രദ്ധിക്കണേ, ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ബെൻഡിങ് മൊമെന്റ് ഈ സൈൻ കൺവെൻഷൻ നമ്മൾ ഓർമ്മയുണ്ടോ, റൈറ്റ് ആൻറ്റി പോസിറ്റീവ് ആണ്, റൈറ്റ് ക്ലോക്ക് വൈസ് എന്താണ്, നെഗറ്റീവ് ആണ്. റൈറ്റ് ക്ലോക്ക് വൈസ് എന്താണ്, നെഗറ്റീവ് ആണ്. സോ വി ക്യാൻ സ്റ്റാർട്ട് ഫ്രം ദ പോയിന്റ് ഇ. ബെൻഡിങ് മൊമെന്റ് അറ്റ് ഇ 0 ആണ് ഇല്ലേ, അതിൻ്റെ റൈറ്റ് സൈഡിൽ ആരുമില്ല. പോയിന്റ് ഇയിൽ കൂടെ പോകുന്ന 3W കാരണം പ്രത്യേകിച്ച് ഒരു മൊമെൻറ്റും ക്രിയേറ്റ് ചെയ്തില്ല. സോ ബെൻഡിങ് മൊമെന്റ് അറ്റ് ഡി നോക്കൂ, ഡിയുടെ റൈറ്റ് സൈഡിൽ ആരുണ്ട്, ഒരു 3W ഉണ്ട്. 3W കാരണം എന്ത് മൊമെന്റ് ഉണ്ട്, ഒരു ക്ലോക്ക് വൈസ് മൊമെന്റ്. നോക്കൂ, ദിസ് ഇസ് ക്ലോക്ക് വൈസ് അല്ലേ, ദിസ് ഇസ് ക്ലോക്ക് വൈസ്, ദിസ് ഇസ് ക്ലോക്ക് വൈസ്. സോ 3W × L, ഡി വരെയുള്ള ദൂരമല്ലേ. സോ 3WL. ഇനി നോക്കൂ നിങ്ങൾ, ഡി കഴിഞ്ഞ് നമുക്ക് ബെൻഡിങ് മൊമെന്റ് സി ഡയറക്റ്റ്ലി കണ്ടുപിടിച്ചാൽ ചെറിയൊരു പ്രശ്നം വരും. കാരണം അവിടെ ഒരു കോൺസെൻട്രേറ്റഡ് മൊമെന്റ് W × L ഉണ്ട്. കാരണം W × L ആരാണ്, ദാറ്റ് ഇസ് എ കോൺസെൻട്രേറ്റഡ് മൊമെന്റ് ആണ്. സോ നമ്മൾ എന്ത് ചെയ്യുന്നു, ബെൻഡിങ് മൊമെന്റ് ഫ്രം ഡി ടു സി സെപ്പറേറ്റ്ലി കാൽക്കുലേറ്റ്, വിച്ച് മീൻസ് സിയുടെ റൈറ്റ് സൈഡിലുള്ള മൊമെന്റുകൾ മാത്രം എഴുതുക. ഈ പോയിന്റ് സിയിൽ കൂടെ പാസ് ചെയ്ത് പോകുന്ന WL എന്ന് പറയുന്ന മൊമെന്റ് എഴുതേണ്ട ആവശ്യം ഇപ്പോൾ ഇല്ല. സോ സിയുടെ റൈറ്റ് സൈഡിൽ ആരൊക്കെ ഉണ്ട്, ഒരു 3W ഒരു 2W. അവർ രണ്ടുപേരും കാരണം എന്ത് മൊമെന്റ് ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ഇതെന്ത് മൊമെന്റ്, റൈറ്റ് ക്ലോക്ക് വൈസ് അല്ലേ. റൈറ്റ് ക്ലോക്ക് വൈസ് എന്താണ്, റൈറ്റ് ക്ലോക്ക് വൈസ് നെഗറ്റീവ് ആണ്. സോ ദിസ് ഇസ് -3W ആണ്, സോറി ആ മൈനസ് കൊടുക്കാൻ പറയുന്നത്. ദിസ് ഇസ് വാട്ട്, റൈറ്റ് ക്ലോക്ക് വൈസ്. ആൻറ്റി ക്ലോക്ക് വൈസ് ആണല്ലോ നമ്മളെ പോസിറ്റീവ് എന്ന് പറയുന്നത്. സോ ഡി ടു സി എന്ന് പറഞ്ഞാൽ ആദ്യം 3W × സി വരെയുള്ള ദൂരം എത്രയാണ്, 2L. ദിസ് ഇസ് മൈനസ് അഗെയിൻ 2W മൈനസ് ആണ്, കാരണം അവന് കാരണം എന്താണ്, ക്ലോക്ക് വൈസ് മൊമെന്റ് ആണ്. സോ -2W × L. ശരിയല്ലേ. സോ ദിസ് ഈസ് വാട്ട്, 3 × 2 -6WL -2WL. ശരിയല്ലേ. സോ ഫൈനലി എന്ത് കിട്ടും, -8WL ആണ് ആരുടെ വാല്യൂ, ഡി മുതൽ സി. അതായത് സിക്ക് തൊട്ട് മുന്നേ എത്തുമ്പോൾ എത്ര കിട്ടി വാല്യൂ, -8WL. ദെൻ ബെൻഡിങ് മൊമെന്റ് അറ്റ് സി, സിക്ക് തൊട്ട് മുന്നേയുള്ള വാല്യൂ നമ്മളിലുണ്ട്, എത്രയാണ്, 8WL. ബെൻഡിങ് മൊമെന്റ് അറ്റ് സി എന്ന് പറഞ്ഞാൽ സിയുടെ റൈറ്റ് സൈഡിലുള്ള മുഴുവൻ വാല്യൂ പ്ലസ് സിയിൽ കൂടെ പോകുന്ന മൊമെന്റ് കൺസിഡർ ചെയ്യുക. സി കൂടെ പോകുന്ന മൊമെന്റ് എന്താണ്, W × L. അതെന്ത് മൊമെന്റ് ആണ്, ക്ലോക്ക് വൈസ് മൊമെന്റ്. ദിസ് ഇസ് എ ക്ലോക്ക് വൈസ് മൊമെന്റ്. സോ റൈറ്റ് ക്ലോക്ക് വൈസ് ഇസ് അഗെയിൻ നെഗറ്റീവ്. സോ -W × L. സോ ദിസ് ഇസ് ഈക്വൽ ടു -9WL ആയി മാറുന്നു. ഇനി ബെൻഡിങ് മൊമെന്റ് അറ്റ് എ ശ്രദ്ധിക്കണേ, ബെൻഡിങ് മൊമെന്റ് അറ്റ് എ
ബെൻഡിങ് മൊമെൻ്റ് എ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റൈറ്റ് സൈഡ് മുതലേ നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം. സാധാരണ ചെയ്യുന്നത് പോലെ രണ്ട് എക്സ്ട്രീം എൻഡിലും ബെൻഡിങ് മൊമെൻറ്റ് 0 ആണ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇത് കാൻഡിലിവർ ബീമാണ്. ഈ കാണുന്ന പോയിന്റ് എയിൽ എന്തുണ്ട്? ഒരു കോൺസെൻട്രേറ്റഡ് മൊമെൻ്റ് ഉണ്ട്. ശ്രദ്ധിക്കണേ, ഞാൻ പറഞ്ഞ ചില സ്പെഷ്യൽ കേസുകൾ ഒഴികെ എക്സ്ട്രീം എൻഡുകളിലൊക്കെ എന്തായി പോകുന്നു? ബെൻഡിങ് മൊമെൻറ്റ് 0 ആയി പോകുമെന്ന് പറഞ്ഞു. ഈ കാണുന്ന കാൻഡിലിവർ ബീമിൻ്റെ ഫിക്സഡ് എൻഡിൽ ഒരിക്കലും 0 ആയി പോകത്തില്ല. ഒരിക്കലും 0 ആകത്തൊന്നുമില്ല. മെജോറിറ്റി കേസിലും 0 ആകാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അത് കണ്ടുപിടിക്കുക തന്നെ വേണം. സോ ബെൻഡിങ് മൊമെൻ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നു. റൈറ്റ് സൈഡ് മുഴുവൻ ഫോഴ്സും നമ്മൾ എന്ത് ചെയ്യാൻ കൺസിഡർ ചെയ്യണം? സോ 3W ക്ലോക്ക് വൈസ് മൊമെൻ്റ് അല്ലേ? സോ -3W ഇൻറ്റു ഈ എ വരെയുള്ള ദൂരം എത്രയാണ്? L + L + L 4L. സോ ദിസ് ഈസ് ഇൻറ്റു 4L. അഗെയിൻ 2W, അതും ക്ലോക്ക് വൈസ് മൊമെൻ്റ് ആണ്. സോ -2W ഇൻറ്റു എ വരെയുള്ള ദൂരം എത്രയാണ്? ഇൻറ്റു 3L ആണ്. ശരിയല്ലേ? പിന്നെ ഈ കാണുന്ന ക്ലോക്ക് വൈസ് മൊമെൻ്റ് അതേപോലെ അങ്ങ് ആഡ് ചെയ്യുക. -WL അഗെയിൻ ദെൻ -W ഇൻറ്റു L. നമുക്ക് എല്ലാവരുടെ കൂട്ടി നോക്കാം. സോ നോക്കൂ, 4 × 3 -12WL, 3 × 2 -6WL. ദിസ് ഇസ് -WL എന്താണ്? -2WL ആയി മാറുന്നു. സോ -12 ഇത് 6, -18 പ്ലസ് -2 എത്രയാണ്? -20. സോ ദിസ് ഇസ് -20WL. കണ്ടോ? ബെൻഡിങ് മൊമെൻ്റ് എ എന്തായില്ല? 0 ആയില്ല. ശ്രദ്ധിച്ച് കേൾക്കണേ. ഇതുവരെ പറഞ്ഞ എല്ലാ പ്രോബ്ലത്തിലും എക്സ്ട്രീം എൻഡുകളിൽ ആര് 0 ആയിപ്പോയി? ബെൻഡിങ് മൊമെൻ്റ് 0 ആയിപ്പോയി. ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടുപിടിച്ച് കാണിച്ചു തന്നു, ചില സ്ഥലങ്ങളിൽ ഞാൻ കണ്ടുപിടിക്കാതെ എഴുതി. പക്ഷേ കാൻഡിലിവർ ബീം വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ഫിക്സഡ് എൻഡിലുള്ള ബെൻഡിങ് മൊമെൻറ്റ് നിങ്ങൾ 0 ആണെന്ന് അസ്യൂം ചെയ്യാൻ പാടില്ല. അവിടുത്തെ ബെൻഡിങ് മൊമെൻറ്റ് കണ്ടുപിടിക്കണം. മറന്നു പോകരുത്. അവിടെ 0 ആകാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് നേരെ എങ്ങോട്ട് പോകാം? വി ക്യാൻ ഡ്രോ ദ ഷിയർ ഫോർ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രം. നമുക്ക് ഇവനെ ഒന്ന് മുകളിലാക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. കുറേയൊക്കെ അവിടെ എളുപ്പമായിരിക്കും. മുകളിലാക്കി. ഓക്കെ, ഇപ്പോൾ വരയ്ക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. എല്ലാം കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? വി ക്യാൻ ഡ്രോ ദ റെഫറൻസ്. കാരണം എല്ലാ വാല്യൂ നെഗറ്റീവ് അല്ലേ? എല്ലാ വാല്യൂ നെഗറ്റീവാണ് അല്ലേ? സോ ദിസ് ഈസ് അവർ റെഫറൻസ് ലൈൻ. റെഫറൻസ് ലൈനിൽ നിന്നുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ പോയിൻറ്റ്സുകളൊക്കെ ഒന്ന് മാർക്ക് ചെയ്യണം. സോ ദിസ് ഈസ് ഇ, ദിസ് ഈസ് ഡി അല്ലേ? ദിസ് ഈസ് ഡി ആണ്. ദിസ് പോയിന്റ് ഈസ് ഇ, this C, B and finally this is A. ഇനി നമ്മൾ ബെൻഡിങ് മൊമെൻ്റ് ആരെ വരയ്ക്കാൻ പോവുകയാണ്. നോക്കൂ, വാട്ട് ഇസ് ദ വാല്യൂ ഓഫ് ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഇ? ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഇ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെൻഡിങ് മൊമെൻ്റ് അറ്റ് ഇയുടെ വാല്യൂ കിട്ടി 0 ആണെന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ അവിടെ അതേപോലെ മാർക്ക് ചെയ്തു. ബെൻഡിങ് മൊമെൻ്റ് ഡി നോക്കൂ, ഡിയിലേക്ക് എത്തുമ്പോൾ അതിൻ്റെ വാല്യൂ എന്തായി മാറി? -3W ആയി മാറി. സോ ദിസ് ഇസ് വാട്ട്? -3WL. നോക്കൂ, കറക്റ്റ് ഇവിടെ നിന്ന് ഇവിടം വരെ ഞാൻ എന്ത് ചെയ്തു? ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇനി ഡി നിന്ന് സിയിലേക്ക് പോകുമ്പോൾ, ഡി ടു സി ആകുമ്പോൾ അവൻ്റെ വാല്യൂ എഗെയിൻ കുറഞ്ഞ് ഈ 3W നിന്ന് എത്രയായിട്ട് മാറുന്നു? -8W. ലെറ്റ്സ് സേ ദിസ് ഈസ് വാട്ട്? -8WL. ശരിയല്ലേ? സോ എഗെയിൻ അവിടെ നിന്ന് എന്ത് ചെയ്യുകയാണ്? നോക്കുക, വാല്യൂ കുറഞ്ഞ് 3W നിന്ന് എങ്ങോട്ട് വന്നു? 8Wയിലേക്ക് വന്നു. അത് എവിടുത്തെ വാല്യൂ ആണ്? ഡി ടു സി. ഇനി നോക്കൂ, അറ്റ് സി നോക്കൂ, അറ്റ് സിയിൽ കൊണ്ടോ ഒരു ഷാർപ്പായിട്ടുള്ള കൊണ്ടോ 8ൽ നിന്ന് സഡൻലി എങ്ങോട്ട് പോവുകയാണ്? 9ലേക്ക് പോവുകയാണ്. സോ നേരെ -8ൽ നിന്ന് എങ്ങോട്ട് പോകുന്നു? -9W ഇതിലേക്ക് പോകുന്നു. കാരണം എന്താണ്? പോയിന്റ് സിയിൽ ഒരു കോൺസെൻട്രേറ്റഡ് മൊമെൻ്റ് ഉണ്ട്. അതുകൊണ്ട് അവിടെ ഒരു ഷാർപ്പായിട്ടുള്ള ഒരു ഡ്രാസ്റ്റിക് ആയിട്ടുള്ള ബെൻഡിങ് മൊമെൻറ്റ് ചേഞ്ച് ഉണ്ട്. അപ്പോൾ ബെൻഡിങ് മൊമെൻറ്റ് സി കഴിഞ്ഞു. ദെൻ ബെൻഡിങ് മൊമെൻറ്റ് ഡേ നമ്മൾ കണ്ടുപിടിച്ച് എത്രയാണ്? -20WL ആണ് കണ്ടെത്തിയത്. -20WL. ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ദിസ് ഈസ് ദ വാല്യൂ. ഇതാണ് -20WL എന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ നേരെ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇതിനങ്ങ് ക്ലോസ് ചെയ്ത് വെക്കണം. സോ ദിസ് ഈസ് ദ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ഓക്കെ, ദിസ് ഈസ് ദ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം. ഇതെന്താണ്? കംപ്ലീറ്റ്ലി നെഗറ്റീവ് റീജിയനിലാണ് ഇവൻ നിൽക്കുന്നത്. ചില ബുക്കുകളിലൊക്കെ ഇവനെ ഇങ്ങനെ ഷെയ്ഡ് ചെയ്യണമെന്നൊക്കെ പറയും. അത് വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധമൊന്നുമില്ല. വേണമെങ്കിൽ നല്ല ഷെയ്ഡ് ചെയ്താൽ നല്ലതാണ് കേട്ടോ. പിന്നെ ബ്യൂട്ടിഫുൾ ആയിട്ട് എന്ത് ചെയ്യുകയാണ്? ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇങ്ങനെ ഷെയ്ഡ് ചെയ്ത് ഇടുക. അപ്പോൾ കണ്ടോ, 3 ടൈപ്പ് ഓഫ് ബീമുകളുടെയും ഇൻട്രൊഡക്ടറി ടൈപ്പ് ഓഫ് ലോഡിങ്ങിൻ്റെ പ്രോബ്ലംസ് നമ്മൾ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതായത് എക്സാമിന് ചോദിക്കുന്ന
ടൈപ്പ് ഓഫ് പ്രോബ്ലത്തിന് ഓൾമോസ്റ്റ് ഒരു 50-60% പ്രോബ്ലംസ് ചെയ്യാൻ നമുക്കിപ്പോൾ അറിയാമെന്നർത്ഥം. ഇനി ഒരു ടൈപ്പ് ഓഫ് ലോഡും കൂടെ ഉണ്ട്. ആ ലോഡും കൂടെ പഠിച്ചിട്ട് നമുക്ക് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ച് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ക്ലബ് ചെയ്തൊരു പ്രോബ്ലം വർക്കൗട്ട് ചെയ്താൽ പിന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് SMD BMD ആരും ഇട്ടോട്ടെ നമ്മൾ അവനെ ആൻസർ ചെയ്തിരിക്കും. ഓക്കെ, ഇപ്പോൾ കാൻറ്റിലിവർ ബീം കഴിഞ്ഞു. ഇനി നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നത് വേറൊരു ടൈപ്പ് ഓഫ് ലോഡിംഗ് ആണ്. ആ പുതിയ ടൈപ്പ് ഓഫ് ലോഡിംഗ് വെച്ചുകൊണ്ടുള്ള സിമ്പിൾ പ്രോബ്ലം പഠിക്കുന്നു. ദെൻ അഗൈൻ വി വിൽ കം ബാക്ക് ആൻഡ് വി വിൽ ക്ലബ് all the type of loading into a simple or in a single beam. Okay.